Moving forward with general question part 4. Imagine that your patient is become unconscious after lumbar puncture. Lumbar puncture ട്രീറ്റ്മെന്റിന് ശേഷം പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുകയാണെന്ന് വിചാരിക്കുക. Your question will be, what's the reason for a patient that's become unconscious after undergoing lumbar puncture? The answer is there is because of the cerebrospinal fluid leakage. Cerebrospinal fluid leakage, അതായത് CSF fluid leakage കൊണ്ടാണ് ഒരു പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നത്. CFS ലീക്കേജിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആകുമ്പോൾ CSF ലീക്കേജ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻറ്റിന് വിസിബിളായിട്ട്, അതായത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകും, അല്ലെങ്കിൽ ഗ്രാജ്വലി കോൺഷ്യസ് ലെവൽ ഡിക്രീസ് ചെയ്യും. ആൻഡ് ദർ വിൽ ബി ഡെഫിനറ്റ്ലി മോട്ടോർ ചേഞ്ചസ്. ഓക്കെ, ആൻഡ് ലംബാർ പങ്ക്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ സൈസ് എത്രയാണ്? The size of the needle which is commonly used in lumbar puncture, that's 25 gauge blend ended. Then what are the common errors in recording? For a nurse, it's very important that you document every finding and document everything you do for the patient. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ചില എറേഴ്സ് സംഭവിക്കാറുണ്ട്, തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു എറർ സംഭവിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു രജിസ്റ്റേർഡ് nurse should be doing once you found out the record you maintain. The information you recorded as wrong. The action should be draw a line through the error. തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതിയ ആ ഡോക്യുമെൻ്റ് അതിൻ്റെ മുകളിൽ കൂടി ഒറ്റ ലൈൻ വരച്ചു വിടുക. അതിൽ ഒരുപാട് കുത്തിവരയ്ക്കൊന്നും ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഡ്രോ എ ലൈൻ, റൈറ്റ് ഇനീഷ്യൽ ഡേറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് കറക്റ്റ് ഇൻഫർമേഷൻ. നമ്മുടെ പേര് അവിടെ എഴുതുക, ഡേറ്റ് എഴുതുക, അതിനുശേഷം റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അതവിടെ എഴുതുക. What do you just draw a line through the error? Write the initial and write the date, and you have to document the correct information there itself. Remember that, okay? That will be there in your options. What are the rights to giving medication? What are the rights again? Remember that right patient, right drug, right dose, right route and right time. ഈ 9 റൈറ്റ്സിനെ പറ്റി നമ്മൾ നേരത്തെ തിയറിയിൽ പഠിച്ചിരുന്നു. ബട്ട് മോസ്റ്റ്ലി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 5 കാര്യങ്ങളാണ്. റൈറ്റ് പേഷ്യൻ്റ് ആയിരിക്കണം, റൈറ്റ് ഡ്രഗ് ആവണം, റൈറ്റ് ഡോസ് ആയിരിക്കണം, റൈറ്റ് റൂട്ട് ആയിരിക്കണം. ഫൈനലി ഇറ്റ് ഷുഡ് ബി ഗിവിങ് ദ റൈറ്റ് ടൈം. You are going round in the hospital. Suppose you are going rounds in the hospital. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അഡ്മിറ്റ് ആണെന്ന് വിചാരിക്കുക ഹോസ്പിറ്റൽ. നമ്മൾ റൗണ്ട്സിന് പോകുമ്പോൾ ഫൈൻഡിങ് ഔട്ട് ദാറ്റ് ഡയബറ്റിക് പേഷ്യൻ്റ് ഈസ് മേക്കിംഗ് സൗണ്ട് ലൈക്ക് ട്രംബ്ലിംഗ് സൗണ്ട് ആൻഡ് ദ പേഷ്യൻ്റ് സേസ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് ബിക്കമിങ് ഡിസി. ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമ്മളൊരു റൗണ്ട്സിന് പോവുകയാണെന്ന് വിചാരിക്കുക. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റലിൽ എന്നും വിചാരിക്കുക. പേഷ്യൻ്റ് ഒരു ട്രംബ്ലിംഗ് സൗണ്ട് പുറപ്പെടുവിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾസോ ദ പേഷ്യൻ്റ് ഈസ് ബിക്കം ഡിസി ഫീലിംഗ് ഉണ്ടെന്ന് പേഷ്യൻ്റ് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഫോർ എ രജിസ്റ്റേർഡ് നേഴ്സ്? ഷീ ഓർ ഹി ഷുഡ് ബി ചെക്കിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് ദി പേഷ്യൻ്റ്. അതായത് ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ എന്തെങ്കിലും വേരിയേഷൻ, ഷുഗർ ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായിരിക്കാം, ഓൾട്ടേർഡ് ലെവൽ ആണെന്ന് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു ചെക്ക് ദ പേഷ്യൻ്റ് ഗ്ലൂക്കോസ് ലെവൽ. ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ഷൻ. The next one is in charge. What's the responsibility of the nurse in charge? In charge-ന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? Nurse in charge is responsible, especially overall responsible, for the safe and appropriate management of controlled drugs within the clinical area. നേഴ്സ് ഇൻചാർജിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ക്ലിനിക്കൽ ഏരിയയിലുള്ള കൺട്രോൾഡ് ഡ്രഗ്സിനെ കംപ്ലീറ്റ്ലി ഓർ പ്രോപ്പർലി മാനേജ് ചെയ്യുക എന്നത്. സോ വി ഓൾറെഡി ലേൺഡ് അബൌട്ട് കൺട്രോൾഡ് ഡ്രഗ്സ്. So remember that this is in charge is completely responsible for keeping an appropriate records for controlled drugs. It's the first and foremost responsible of in charge. Now what's meant by primary care? നമുക്കറിയാം പ്രൈമറി കെയർ ഉണ്ട്, സെക്കൻഡറി കെയർ ഉണ്ട്,
ടെറിഷറി കെയർ ഉണ്ട്. ഇതിൽ പ്രൈമറി കെയർ എന്നാൽ ആസ് ദ നെയിം സേസ്, പേര് പറയുന്നത് പോലെ തന്നെ പ്രൈമറി കെയർ ഈസ് ഹെൽത്ത് കെയർ. ഇറ്റ്സ് പ്രൊവൈഡഡ് ഇൻ ദ കമ്മ്യൂണിറ്റി for the people making an initial approach to a medical practitioner or a clinical for advice or treatment. That means ക്ലിനിക്കൽ ഫെസിലിറ്റിയിൽ, അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ ഗൈഡൻസിന് വേണ്ടിയോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഹെൽത്ത് കെയർ സെറ്റപ്പിൽ തന്നെ ആയിരിക്കാം. അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അവിടെ നമ്മൾ പേഷ്യൻറ്റിന് നൽകുന്ന കെയർ ആണ് പ്രൈമറി കെയർ. ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലുള്ള പേഷ്യൻറ്റിന് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണ്ടി വന്നാൽ പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്ന ക്ലിനിക്കൽ പേഷ്യൻറ്റിന് കിട്ടുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കെയർ ഈസ് കോൾഡ് പ്രൈമറി കെയർ. നെക്സ്റ്റ്, സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയർ എന്നാൽ പേഷ്യൻ്റ് നമ്മുടെ അണ്ടറിൽ വന്നു. സോ പ്രൈമറി കെയറിൽ നമുക്ക് മനസ്സിലായി പേഷ്യൻറ്റിന് ഫർദർ കൺസൾട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ലെഗ് ഈസ് ബ്രോക്കൺ ആൻഡ് യു വാണ്ട് ടു റെഫർ ദ ഓർത്തോപീഡീഷ്യൻ. സോ ദ പ്രൈമറി കൺസൾട്ടേഷൻ ഈസ് ഓവർ. നൗ വി ആർ റെഫറിംഗ് ദ പേഷ്യൻറ്റ് ഫോർ ഫർദർ കൺസൾട്ടേഷൻ. ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി കൺസൾട്ടേഷൻ ഓർ സെക്കൻഡറി കെയർ. Next one is tertiary care. Tertiary care is again more advanced care. This is the level. Just remember, the primary care means the first care and patient received in the community. Mostly in the community നിന്നാണ് നമുക്ക് പ്രൈമറി കെയർ കൊടുക്കുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി കെയറും നൽകുന്നത്. സോ റിമെമ്പർ ദ ഡെഫിനിഷൻ. The health care provided in the community for a people making an initial approach to a medical practitioner or clinic for advice or treatment. എന്തെങ്കിലും അഡ്വൈസിനോ ട്രീറ്റ്മെൻറ്റിനോ വേണ്ടി ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റിയിലുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈമറി കെയർ, ആദ്യം കൊടുക്കുന്ന അഡ്വൈസ്, അതൊക്കെയാണ് പ്രൈമറി കെയറിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സൈൻ ആൻഡ് സിംറ്റംസ് ഓഫ് സ്പീഡ് ഷോക്ക്? സർക്കുലേറ്ററി കൊളാപ്സ്, ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ഹെഡേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് റിവൈസിങ് ദാറ്റ്. ഓക്കെ, വാട്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്? യുവർ ക്വസ്റ്റ്യൻ വിൽ ബി ദ ഫോളോയിങ് ആർ ദ സൈൻ ആൻഡ് സിംറ്റംസ് ഓഫ് സ്പീഡ് ഷോക്ക് എക്സെപ്റ്റ് എന്ന് വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അല്ലാത്തത് എന്നൊരു ചോദ്യം വന്നാൽ യു ഹാവ് ടു എക്സ്ക്ലൂഡ് പെരിഫറൽ എഡിമ. You should be able to identify the peripheral edema is not the sign and symptom of speed shock. What is the advantage of negative pressure wound therapy? It can reduce wound odor. It can increase the local blood flow in the wound area. It can decrease the use of long dressing. So, your question will be, the following are the advantage negative wound pressure therapy except. അങ്ങനെ വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും മാത്രം ഇൻക്ലൂഡ് അല്ല. അത് ഏതാണെന്ന് ചോദ്യം വന്നാൽ യുവർ ആൻസർ ഷുഡ് ബി അൺട്രീറ്റഡ് ഓസ്റ്റിയോമൈലിറ്റിസ്. അതായത് ഓസ്റ്റിയോമൈലിറ്റിസ് നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് വൂണ്ട് പ്രഷർ തെറാപ്പി അപ്ലൈ ചെയ്യുകയില്ല എന്നുള്ളത് യു ഷുഡ് ടു ഏബിൾ ടു ഐഡൻറ്റിഫൈ. സോ നെഗറ്റീവ് പ്രഷർ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഫോർ ട്രീറ്റഡ് ഓസ്റ്റിയോമൈലിറ്റിസ്. എന്തിനൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് വൂണ്ട് പ്രഷർ യൂസ് ചെയ്യുന്നത്? വൂണ്ട് ഓർഡർ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ദേ ആർ ഓൾസോ റെഡ്യൂസ് ദ ടൈം പീരീഡ് ഓഫ് ഡ്രസ്സിങ്. ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഫോർ ഓസ്റ്റിയോമൈലിറ്റിസ്. നൗ പാത്തജൻ. വാട്ട്സ് എ പാത്തജൻ? Pathogen means something capable of causing infection. Remember, pathogen something capable of causing infection. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കഴിവുള്ള ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ന്യൂസ്? ദ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ന്യൂസ്? ഇഫ് ദേ ആസ്ക് യു ടു എലാബറേറ്റ് ന്യൂസ്, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റോറിയേഷൻ ഓഫ് പേഷ്യൻസ് വൈറ്റൽ സൈൻസ്. അതായത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റോറിയേഷൻ, പേഷ്യൻ്റ് വൈറ്റൽ സയൻസിലെ ഇനീഷ്യൽ ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റോറിയേഷൻ, അതിനെ നമ്മൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ന്യൂസ്. ദെൻ വാട്ട് ഈസ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ? അതിൽ സിസ്റ്റോളിക് ഓർ ഡയസ്റ്റോളിക് ബി പിയുടെ ബ്ലഡ് പ്രഷർ വേരിയേഷൻ എങ്ങനെയാണ്? ഇഫ് ദ സിസ്റ്റോളിക് ബി പി ഈസ് റെഡ്യൂസിങ് ബിലോ 20 mm/Hg, ഡയസ്റ്റോളിക് ബി പി റെഡ്യൂസിങ് ബിലോ 10 mm/Hg, we say that the patient is having orthostatic hypotension.
Systolic BP decreases by 20 mmHg and diastolic BP decreases by 10 mmHg. Next, you have gone to revise about the chain of infection. The link we are already discussed. The microorganisms. The first one. The second one is reservoir. Third one is the portal of exit. Fourth one is mode of transmission. Fifth one is portal of entry. Last one is susceptible host. Microorganism means that is the first link and this can be spread directly from person to person. Now the reservoir is the second link in that microorganism. Microorganism is found in the second link. This is the most suitable place where the microorganisms have all the things they need to grow and multiply. That means they will be growing a warmth and moist place. So the second link is the most suitable link for them to grow. അതിൽ ഏതൊക്കെയാണുള്ളതെന്ന് നോക്കിയാൽ ഹ്യൂമൻ മെയ്ഡ് ഐഡിയൽ റിസർവർ ഫോർ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മോയ്സ്ചർ അല്ലെങ്കിൽ വാംത്ത് ഉള്ള ഒരു പ്ലേസിലാണ് മൈക്രോ ഓർഗാനിസം നന്നായി ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ഓർ ഐഡിയൽ റിസർവോയർ ആണ് ഹ്യൂമൻ ബീയിങ്സ്. നൗ ദ തേർഡ് വൺ ഈസ് ദ പോർട്ടൽ ഓഫ് എക്സിറ്റ്. For the infection to spread, the microorganism must leave reservoir. That means the portal of exit is the third chain. Now the fourth one is mode of transmission. Microorganism need mode of transmission to get up to transport to another person. That is the fourth link of the chain. Then the fifth one is portal of entry. And the sixth one is susceptible place. In this case, person is at risk. Moving to the next topic, that is verified WHO analgesic ladder. Adil first category is non-opioid. We have already learned this. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയാൽ അസറ്റാമിനോഫിൻ, ASA, NSAIDs, they are used for mild pain. ഇത്രയുമാണ് നോൺ ഒപ്പിയോയിഡ്സിൽ വരുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ ഉണ്ടാകുന്നത് വീക്ക് ഒപ്പിയോയിഡ്സ് ഓർ നോൺ ഒപ്പിയോയിഡ്സ് അഡ്ജൻസ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കാറ്റഗറി. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡറേറ്റ് പെയിനിന് വേണ്ടിയാണ്. Now, what are the drugs under which coming under that? They are, for example, tramadol, codeine and oxycodone. These are the few drugs that come under weak opioids. Now, the third one is stronger opioids. Stronger opioids and opioids which are used for very severe pain. For example, hydromorphine, morphine, oxycodone, fentanyl, methadone, bromphine, etc. These are coming under stronger opioids. Next, how you are going to measure mean arterial pressure. And then mean arterial pressure എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? There is a formula. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 2 into diastolic pressure plus systolic divided by 3. This is the formula to calculate mean arterial pressure. What is confidentiality? Confidentiality is the protection of health information of the patient. Confidentiality is the protection of personal information of a patient. ഒരു പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. Concept of confidentiality. Suppose a patient says that the information should not be disclosed to any other healthcare professionals. അത് ആ ഒരു പേഷ്യൻറ്റിനോ മറ്റു പേഷ്യൻസിനോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ ഹാം ചെയ്യാത്ത രീതിയിൽ ഉള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മളത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വെക്കണം. എന്തൊക്കെ ഇൻഫർമേഷനാണ് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം. പെർട്ടിക്കുലർ എന്തെങ്കിലും പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ പേഷ്യൻറ്റിനോ മറ്റു പേഷ്യൻറ്റിനോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. നൗ അബൌട്ട് കൺസെൻറ്റ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ കൺസിഡർ ആസ് മൈനർ. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് സർജറിക്കോ മറ്റും കൺസെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ദ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് or if the child is intellectually developed, we can take consent from them. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിലും അവരിൽ നിന്ന് നമുക്ക് കൺസെൻറ്റ് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് കൺസെൻറ്റ് എടുക്കാൻ കഴിയൂ.
18 വയസ്സിൽ കൂടുതലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസെന്റ് എടുക്കാൻ കഴിയൂ. അനദർ സിറ്റുവേഷൻ, ഒരു ഫിസിഷ്യൻ പേഷ്യൻറ്റിൻ്റെ ഒരു മെഡിക്കൽ റെക്കോർഡായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അറിയാതെ ഈ റെക്കോർഡ് ഒരു പബ്ലിക് പ്ലേസിൽ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് എവിടെയെങ്കിലും ലീവ് ചെയ്തിട്ട് ഫിസിഷ്യൻ പോയി. അൺലോയിങ്ലി സംഭവിച്ചതാണ്. ദ റിപ്പോർട്ട് ബിക്കെയിം പബ്ലിക്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഫിസിഷ്യൻ ഈസ് സ്യൂഡ് ഫോർ വാട്ട്? ദ ഫിസിഷ്യൻ സ്യൂഡ് ഫോർ ഇൻവേർഷൻ ഓഫ് പ്രൈവസി. സോ റിമെമ്പർ ദാറ്റ്. And now another situation is HIV patient is admitted in your hospital and she doesn't want to disclose the particular information to healthcare worker or the physician. Being a registered nurse, what should be your action? You should encourage the patient to disclose the information to her physician. പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്യുക. ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നാൽ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് ഫിസിഷ്യനെയും മറ്റ് പേഷ്യൻസിനെയും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ദിസ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആൻഡ് ഫിസിഷ്യൻ. യു ഷുഡ് എൻകറേജ് ദ പേഷ്യൻറ്റ് ഇറ്റ് സെൽഫ് ടു ടെൽ ദ ഇൻഫർമേഷൻ. ഇനിയും ഒരു അഡൽട്ട് പേഷ്യൻറ്റ് റിസർച്ച് സ്റ്റഡിക്ക് കൺസെൻറ്റ് തന്നു എന്ന് വിചാരിക്കുക. Later, the patient changed their mind. What this comes under? Which category? And this category comes under autonomy and informed consent. Research studyക്കായി consent തന്നു. Later, the patient changed their mind. This comes under autonomy and informed consent. You should be identified the right answer. A nurse is trying to cannulate a person. ക്യാനുലേഷൻ ചെയ്യാൻ അറിയാത്ത ഒരു നേഴ്സ്, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ ക്യാനുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു കൊളീഗ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടാൽ എന്താകും? ബീങ് എ രജിസ്റ്റേർഡ് നേഴ്സ് എന്താകും നമ്മൾ ചെയ്യുന്നത്? യു ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ ഇൻസിഡൻറ്റ് സംബഡി ഹു ഈസ് ഇൻ അതോറിറ്റി. നമ്മുടെ കൊളീഗ് ആണെങ്കിൽ പോലും നമ്മളത് പെർട്ടിക്കുലർ അതോറിറ്റിയെ മസ്റ്റായിട്ടും ഇൻഫോം ചെയ്തിരിക്കണം. Now, what's the term intrapersonal? That means within oneself. Now, what is country club management? A nurse manager how long concern for services and high concern for staff. That means a nurse manager who is having high concern for what? High concern for staff and low concern for services. Once again, what is country club management? A nurse manager who give low concern for services and highly concerned for staff. Next term, mini mental state examination or else MMSE. This is find out the problem with memory or mental issue. Remember that. Also, it helps to diagnose dementia. Lot of questions answers are included in this. പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റ് എക്സാം എടുക്കുന്ന ആളും മാത്രമേ കാണുകയുള്ളൂ. സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റിൽ ദ പേഷ്യൻറ്റ് വിൽ ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹിയർ ഷി മസ്റ്റ് ബി ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. Based on the answer, the healthcare worker diagnosed the patient will have dementia or not. The next one is nitrous oxides or Entanox. ഇത് നമുക്ക് വൂണ്ട് ഡ്രസ്സിംഗ് ടൈമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഷോർട്ട് ടേം പെയിൻ റിലീവർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്പ് വൂണ്ടിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെസ്റ്റ് ബ്രെയിൻ റിമൂവലിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് യൂസ് ചെയ്യുന്നത് പെയിൻ റിലീവർ ആയിട്ടാണെന്ന്. സോ ഇറ്റ്സ് റെഡ്യൂസ് ആങ്സൈറ്റി. ഓർത്തിരിക്കുക, റെഡ്യൂസ് ആങ്സൈറ്റി. Nitric oxides or Entanox is used as a mild pain reliever. During wound dressing especially, this is used for chest drain removal and also reduce the patient's anxiety. ഇനിയും എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? Your patient is frequently getting opioids. What are the observation you will be making? Opioids frequently കിട്ടുന്ന പേഷ്യൻറ്റിന് എന്തൊക്കെ ഒബ്സർവേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? പേഷ്യൻ്റ് റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യുക, ബോൾ മൂവ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുക, പെയിൻ അസസ്മെൻറ്റ് ചെയ്യുക ആൻഡ് സ്കോർ ഇറ്റ്. പെയിൻ സ്കോർ ചെയ്യുക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെസ്പിറേറ്ററി റേറ്റ്, ബോൾ മൂവ്മെൻറ്റ്, പെയിൻ അസസ്മെൻറ്റ് എന്നിവ ചെയ്യുക. ദെൻ ഫൈൻഡിങ് റെക്കോർഡും ചെയ്യുക.
നെക്സ്റ്റ് ഇമ്പാക്റ്റഡ് ഇയർ വാക്സ്. ഇമ്പാക്റ്റഡ് ഇയർ വാക്സ് സൈൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുക. ഇയർ വാക്സ് ഇമ്പാക്റ്റ് ചെയ്താൽ അതിൻ്റെ സൈൻസ് എന്തൊക്കെയാണ്? പേഷ്യൻറ്റ് വിൽ ഹാവ് ഡിസ്നസ്, പേഷ്യൻറ്റ് വിൽ ഹാവ് ഡൾ ഹിയറിംഗ്, പ്രോപ്പർട്ടി ഹിയർ ചെയ്യാൻ പറ്റില്ല, പേഷ്യൻസ് റിഫ്ലെക്സസ് വിൽ ബി അഫക്റ്റഡ് ആൻഡ് ദ പേഷ്യൻറ്റ് വിൽ ഹാവ് കഫ്, ഡിസ്നസ്, ഡൾ ഹിയറിംഗ്, റിഫ്ലെക്സ് ആൻഡ് ദെൻ കഫ്. നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഇതിൻ്റെ കൂടെ ഒരു റോങ് ഓപ്ഷനും കൂടി തന്നിട്ട് ചോദിക്കും. എക്സെപ്റ്റ് വാട്ട്? ഫോർ എക്സാമ്പിൾ, ഫോളോയിങ് ആർ ദ സൈൻസ് ഓഫ് ഇമ്പാക്റ്റഡ് ഇയർ വാക്സ് എക്സെപ്റ്റ്. അപ്പോൾ ചൂസ് എക്സെപ്റ്റ് സ്നീസിങ് എന്നൊരു ഓപ്ഷൻ അതിൽ തന്നിട്ടുണ്ടാവും. പക്ഷേ സ്നീസിങ് ആയിരിക്കില്ല ആൻസർ. എക്സെപ്റ്റ് സ്നീസിങ് എന്നായിരിക്കും ഓപ്ഷനാകും ഉണ്ടാവുന്നത്. ആൻസറായിട്ട് വരുന്നതും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു പേഷ്യൻ്റ് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പേഷ്യൻറ്റിൻ്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പേഷ്യൻ്റെ റിലേറ്റീവ്സ് വന്നാൽ നമ്മൾ അതിന് അലൗ ചെയ്യുമോ ഇല്ലയോ? ഓൺലി ദ പേഷ്യൻറ്റ് ക്യാൻ ഗീവ് പെർമിഷൻ ടു ഡൊണേറ്റ് ഹിസ് ഓർ ഹെർ ഓർഗൻസ് ആഫ്റ്റർ ഡെത്ത്. എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം കൺസെൻറ്റ് തരാൻ പറ്റില്ല. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻ്റ് ഡെത്തിന് ശേഷം ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ അനുവാദമുള്ളൂ. അതിന് വേറെ ആർക്കും കൺസെൻറ്റ് നൽകാൻ സാധിക്കില്ല. സോ ക്വസ്റ്റ്യൻ ഈസ്, after patient death, who can legally give permission for a patient body to be donated to the medical service? Answer is only the patient. They left the instruction for it. അതിനുള്ള ഇൻസ്ട്രക്ഷൻ പേഷ്യൻ്റ് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻറ്റിന് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? പേഷ്യൻസ് ഇൻഫെക്ഷ്യസ് ആണെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ വിൽ ബി എബവ് 38.5 degree centigrade. Patient will have shivering, tachycardia and the patient will have hypotension. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് 2-3 ക്യാരക്ടറിസ്റ്റിക്സ് പേഷ്യൻറ്റിന് ഉണ്ടെങ്കിലും ഇൻഫെക്റ്റഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഡിസ്ഫാഗിയ എന്തുകൊണ്ടാണ് പേഷ്യൻറ്റിന് ഉണ്ടായതെന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് ഗ്യാസ്ട്രോസ്കോപ്പി. സോ ഡിസ്ഫാജിയ ഉള്ള പേഷ്യൻറ്റിന് ഡിസ്ഫാജിയ റീസൺ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. So what is the potential complications of liver biopsy? ലിവർ ബയോപ്സിക്ക് ശേഷമുള്ള പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ ആണ് പങ്ക്ചർ ഇൻ ദ പ്ലൂറ ബ്ലഡ് വെസൽ ഓർ ബൈൽ ഡക്ട് വിച്ച് ക്യാൻ കോസ് ബ്ലീഡിംഗ് ഓർ എക്സ്ക്രീഷൻ ഓഫ് ഫ്ലൂയിഡ്. നമ്മൾ ലിവർ ബയോപ്സി ചെയ്യുന്ന സമയത്ത് അറിയാതെ നമ്മൾ പങ്ക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്ലൂറ ബ്ലഡ് വെസൽ ഓർ ബൈൽ ഡക്റ്റിനെയോ ഇഞ്ചുറി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് ലിവർ ബയോപ്സിയുടെ പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ. Now the side effects of hypotension. We already discussed it. Side effects of hypotension is decreased consciousness, oliguria, reduced coronary blood flow. These are the side effects of hypotension. Contraindication for a blood glucose meter for monitoring. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ച് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പാടില്ലാത്തത്? പേഷ്യൻറ്റിൻ്റെ പെരിഫറൽ സർക്കുലേഷൻ ഇമ്പേർഡ് ആണെങ്കിൽ ഒരിക്കലും ഗ്ലൂക്കോമീറ്റർ വെച്ച് പേഷ്യൻ്റെ ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് പേഷ്യൻ്റെ മാനുവലി നമ്മൾ പേഷ്യൻ്റെ പൾസ് റേറ്റ് അസസ് ചെയ്യണമെന്ന് പറയുന്നത്? Why it's important to assess the patient pulse rate manually? The reason is amplitude the pulse, പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പൾസിൻ്റെ വോളിയം അല്ലെങ്കിൽ പൾസിലുള്ള എന്തെങ്കിലും ഇറഗുലാരിറ്റി ഇതൊന്നും നമുക്ക് ഒരിക്കലും ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ അത് മാനുവലി ചെക്ക് ചെയ്യണമെന്ന് തന്നെ പറയുന്നത്. പൾസ് ആംപ്ലിറ്റ്യൂഡ്, പൾസ് വോളിയം ഇതൊന്നും ഓട്ടോമേറ്റഡ് മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാനോ ഒന്നും കഴിയാത്തത് കൊണ്ടാണ് പേഷ്യൻ്റെ പൾസ് റേറ്റ് മാനുവലി ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്.